നമസ്കാരം. കുംഭമേള കഴിഞ്ഞതും ഇടത് ജിഹാദി മാധ്യമങ്ങൾ വല്ലാത്ത അങ്കലാപ്പിലാണ്. എങ്ങനെയെങ്കിലും ഇതിനെ ഒന്ന് താറടിച്ച് കാണിക്കണം എന്ന ഒരു ആവേശത്തിലാണ് ഇപ്പോൾ ഇടത് ജിഹാദി മാധ്യമങ്ങൾ. പ്രത്യേകിച്ചും ഈ തിങ്ക് ട്രൂ കോപ്പി പോലുള്ള മാധ്യമങ്ങൾ, അതോടൊപ്പം തന്നെ ജമാഅത്തെ ഇസ്ലാമി എന്ന ഭീകരവാദ സംഘടനയുടെ മീഡിയ വൺ പോലുള്ള ചാനലുകളും ഇതിനൊപ്പം സഞ്ചരിക്കുകയാണ്. അതായത് കുംഭമേളയെ ഏതെങ്കിലും തരത്തിൽ താറടിച്ച് കാണിച്ച് ഇത് കേരളത്തിൻ്റെ പൊതു സാംസ്കാരിക ബോധത്തിന് എതിരാണ് എന്ന് എങ്ങനെയെങ്കിലും ചിത്രീകരിച്ചുകൊണ്ട് വീണ്ടും ഹിന്ദു ജനതയെ വിഘടിപ്പിക്കണം, അവരുടെ നവോത്ഥാന മൂല്യങ്ങളെ തകർത്തെറിയണം എന്നൊരു ചിന്താഗതിയിലാണ് ഇവരിപ്പോൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും അതൊന്നും സാധ്യമല്ല എന്ന് നമുക്ക് വ്യക്തമായി അറിയാം. കാരണം കേരളത്തിലെ ഹിന്ദു ഉണർന്നു കഴിഞ്ഞു, അവർ പുതിയ നവോത്ഥാന മൂല്യങ്ങളെ കണ്ടെത്തി കഴിഞ്ഞു. കേരളത്തിൻ്റെ പൊതുചിന്താധാരകളെ ഇത് അട്ടിമറിക്കുന്നതാണെന്നും കേരളം വർഷങ്ങളായി നേടിയെടുത്ത സാംസ്കാരിക മൂല്യത്തെ തകർത്ത് കളയുന്നത് ഒന്നാണ് കുംഭമേള എന്നൊക്കെയാണ് അവർ പറഞ്ഞു വയ്ക്കുന്നത്. കേരളത്തിൻ്റെ മധ്യവർഗ ജനത വർഷങ്ങളായി ഉത്തരേന്ത്യയിൽ നടത്തിയ തീർത്ഥാടനങ്ങളുടെ ഒക്കെയും ആകത്തുകയാണ് ഈ കുംഭമേളയിൽ എത്തിയ ജനത എന്നതാണ്. സംഘപരിവാറും സംഘത്തെ അനുകൂലിക്കുന്ന ജനതയും ആണ് ആദ്യം എത്തിയതെങ്കിൽ പിന്നീട് കേരളത്തിൻ്റെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജനതയുടെ ഒരു വലിയ വിഭാഗവും കുംഭമേളയിൽ എത്തി. ഇത് കേരളത്തിൻ്റെ ജനത നേടിയെടുത്ത മതേതര ബോധത്തെ ഇത് തകർത്തു കളഞ്ഞിരിക്കുന്നു എന്നും ഇസ്ലാമിന് എതിരെയുള്ള ഒരു വെറുപ്പ് ഇതിനോട് അനുബന്ധിച്ച് ഉയർന്നു വന്നിരിക്കുകയാണ് എന്നൊക്കെയുള്ള വലിയ വലിയ ആരോപണങ്ങൾ, വിഘടനവാദത്തിൻ്റെതായ സ്വരങ്ങളാണ് ഇടത് ജിഹാദി മാധ്യമങ്ങൾ വച്ചുപിടിക്കുന്നത്. പക്ഷേ അവിടെ കുംഭമേളയിൽ പങ്കെടുത്തവർക്കറിയാം മലപ്പുറം ജില്ലയിൽ നിന്ന് എത്രയധികം ഇസ്ലാമികരാണ്, എത്രയധികം മുസ്ലിങ്ങളാണ് കുംഭമേളയോടൊത്ത് സഹകരിച്ചത് എന്ന്. അവർ കേരളത്തിൻ്റെ സംസ്കാരത്തെ അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ സംസ്കാരത്തെ പൊതു അർത്ഥത്തിൽ കൃത്യമായ രീതിയിൽ ബഹുമാനിക്കുകയും ആദരിക്കുകയും അതിനെ മനസ്സിലാക്കുവാനുള്ള ശ്രമവും കൂടി മലപ്പുറം ജില്ലയിൽ പോലും നടക്കുന്നുണ്ട് എന്നുള്ളതാണ് വലിയ ഒരു യാഥാർത്ഥ്യം. ഇതാണ് അക്ഷരാർത്ഥത്തിൽ തികച്ചും ഇത്തരം ഇടത് ജിഹാദി മാധ്യമങ്ങളെ വല്ലാതെ വിറളി പിടിപ്പിച്ചിരിക്കുന്നത്. കാരണം അവർക്ക് ലഭിച്ചിരുന്ന ഒരു പിന്തുണ ഇതോടുകൂടി നഷ്ടമാകുമോ എന്നുള്ള ഒരു ഭയം ഇത്തരം മാധ്യമങ്ങൾക്കിടയിൽ ഉയർന്നു വന്നിട്ടുണ്ട് എന്നത് വലിയ ഒരു പരമാർത്ഥമാണ്. ഇത് ഹൈന്ദവ ബോധമല്ല, മറിച്ച് സംഘപരിവാർ ഉയർത്തിയ ആശയമാണ് എന്നൊക്കെയാണ് ഇവർ പറഞ്ഞു വയ്ക്കുന്നത്. എന്തൊക്കെ ആയാലും കുംഭമേള ഉയർത്തിയ ഒരു സാംസ്കാരിക പശ്ചാത്തലം ഇടത് ജിഹാദി കൂട്ടങ്ങളെ വല്ലാതെ വിറളി പിടിപ്പിച്ചിരിക്കുകയാണ്. നാളത്തെ കേരളത്തിൽ അവരുടെ പ്രസക്തി ഇല്ലാതായി തീരുമെന്ന വലിയ ഭയത്തിലാണ് ഈ ജിഹാദി മാധ്യമങ്ങൾ. എന്താണ് ഭാരതപ്പുഴയിൽ നടന്ന കുംഭമേള സാംസ്കാരിക വിരുദ്ധമായി പ്രവർത്തിച്ചത് എന്ന് എത്ര ആലോചിച്ചാലും നമുക്ക് ആർക്കും പിടികിട്ടാത്ത ഒരു കാര്യമാണ്. മറിച്ച് നമ്മുടെ സംസ്കാരത്തെ ഉയർത്തുക മാത്രമാണ് കുംഭമേള ചെയ്തത്. യഥാർത്ഥത്തിൽ സംസ്കാരത്തെ എടുത്തുയർത്തുക മാത്രമാണ് ചെയ്തത്. നിളയുടെ തിരുനാവായയിൽ നടന്ന മഹാമാഘം കഴിഞ്ഞ 270 വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും കേരളത്തിൽ പുനഃസംഘടിപ്പിക്കപ്പെട്ടത്. അക്ഷരാർത്ഥത്തിൽ കേരളത്തിൻ്റെ സാംസ്കാരിക പൈതൃകം വീണ്ടും ഉയർത്തെഴുന്നേൽക്കുകയാണ് ചെയ്തത്. ബാങ്ക് വിളി കേട്ടാൽ നിശബ്ദമാകുന്ന രാഷ്ട്രീയക്കാർ, UDFും LDFിൻ്റെയും നേതൃനിര കീർത്തനം കേട്ടാൽ നിശബ്ദമാവുന്നില്ല. അത്തരമൊരു സാംസ്കാരികതയിൽ വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ ഹൈന്ദവ സാംസ്കാരികമായ വേദികളെ ഇവർ ഭയപ്പെടുന്നത്. കാരണം ഹിന്ദു ഉണർന്നാൽ, ഹിന്ദു ഒന്നിച്ചാൽ ഇവരുടെ ഈ ഭീകരവാദ നയങ്ങളൊന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവർക്ക് സാധ്യമല്ല. തീർച്ചയായിട്ടും അവർ ഇതിനെയൊക്കെ തുറന്നെതിർക്കുന്ന ഒരു കാലഘട്ടം കേരളത്തിലുണ്ടാകും. അതാണ് ഇവരെ അക്ഷരാർത്ഥത്തിൽ ഭയപ്പെടുത്തുന്നത്. ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും ഇസ്ലാമിനെയും ഒരേ പൊതുബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരേപോലെ കണക്കാക്കാനല്ല, മറിച്ച് ഒരു ഇസ്ലാമിക പ്രീണനം നടത്തുവാനാണ് പലപ്പോഴും ഇവർ സംവിധാനങ്ങളെ ഉപയോഗിക്കുന്നത്. ഇത് തികച്ചും ഹിന്ദുവിൻ്റെ ആചാര പദ്ധതികളെ കടന്നാക്രമിക്കുകയും കടുത്ത വിമർശനങ്ങൾ ഹിന്ദുവിനെതിരെ ഉന്നയിക്കുകയും ചെയ്തുകൊണ്ടാണ് നാളിതുവരെയും ഇത്തരത്തിലുള്ള മാധ്യമങ്ങളും ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകരും മുന്നോട്ട് പോയത്. അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് രാമായണ പാരായണമായാലും കുംഭമേളയായാലും തെറ്റാണ് എന്ന് തോന്നുന്നത്. എന്തായാലും ഇത്തരമൊരു ചിന്താഗതിക്കൊന്നും ഇനി കേരളത്തിൻ്റെ സാംസ്കാരികതയ്ക്കകത്ത് പ്രത്യേകിച്ച് ഒരു സ്ഥാനവും ലഭിക്കുമെന്ന് തോന്നുന്നില്ല. ഇവരുടെയൊക്കെ കരച്ചിൽ മാത്രമായിരിക്കും മിച്ചം. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.
ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.